ഇതേപോലെയാണ് വെള്ളം കയറിയത്. തോടും റോഡും ഒന്നും കാണാൻ പറ്റാത്ത പോലെ കട്ട വിരിച്ചാലോ എന്ന് പറഞ്ഞു. അപ്പം ആന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം അങ്ങനെ എല്ലാവരും കൂടി തീരുമാനിച്ചിട്ട് ഉള്ളൊരു പ്ലാനിങ്ങിലാണ് കേട്ടോ. എൻ്റെ രണ്ടാമത്തെ മോനാണ് കേട്ടോ അവിടെ നിന്ന് നടന്നു വരുന്നത്. കാരണം നോക്കിക്കൊണ്ടിരിക്കുക വെള്ളപ്പിടി ഇവിടെ നിന്ന് ഇങ്ങനെ പൊങ്ങി വരികയായിരുന്നു. ഒന്നും ചെയ്യാൻ പറ്റാത്ത സ്ഥിതിയായിരുന്നു. അപ്പോൾ നമ്മുടെ ബാക്കിൽ നമ്മുടെ പൂന്തോട്ടത്തിലേക്ക് കുറച്ച് മെറ്റലിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ അതിന് ആ ഒരു കടയ്ക്ക് വേണ്ടിയിട്ട് നിർത്തി കഴിയുമ്പോൾ ഈ ഭാഗം നമുക്ക് എന്തെങ്കിലും നടുമ്പോൾ റോഡിൻ്റെ മുകളിൽ കൂടിയും തോടക്കം കഴിഞ്ഞ് നമ്മുടെ ഗേറ്റിൻ്റെ ഭാഗമൊക്കെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നത്. എല്ലാവർക്കും നല്ലൊരു ദിവസം ഉണ്ടാവട്ടെ. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. വയോട്ടാ. ഇന്ന് ഉച്ചയിലേക്ക് സാമ്പാറും പിന്നെന്താ ഒരു പയറും കായും കൂടിയിട്ട് ഒരു ഉപ്പേരും കൂടി വെക്കാമെന്ന് വിചാരിച്ചു കേട്ടാ. ഇന്ന് ചെറുതായിട്ടൊരു തോർച്ച കാണാനുണ്ട് കേട്ടാ. പക്ഷെ ഇന്നലെ രാത്രിയിൽ നല്ല മഴയായിരുന്നു. അപ്പം നമ്മുടെ റോഡിലൊക്കെ നന്നായിട്ട് വെള്ളം നിന്നു. നമ്മൾ മെറ്റലടിച്ചിട്ടുണ്ടായിരുന്നില്ലേ. അപ്പോൾ നല്ല ശക്തിയിൽ മഴ പെയ്യുമ്പോൾ ഇങ്ങനെ വെള്ളം ഇങ്ങനെ നിൽക്കുന്നുണ്ട്. പക്ഷെ അത് കാട്ടിത്തരാം, എന്നിട്ട് അവധി വയ്ക്കില്ലേ. കണ്ടോ, നമ്മൾ മെറ്റലടിച്ചിട്ടും കണ്ടോ റോട്ടിൽ ഇങ്ങനെ വെള്ളം നിൽക്കുന്നുണ്ട്. നല്ല മഴ പെയ്യുമ്പോൾ അങ്ങനെ കേട്ടോ അങ്ങനെ നിൽക്കും. തോട് നിറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇങ്ങോട്ട് കാർപ്പുറത്തിലൊക്കെ വെള്ളം കയറും. തോട് നിറയണ വരെ വെള്ളം ഇങ്ങനെ ഇവിടെ നിന്ന് ഒഴുകി ഇഷായിട്ട് അന്ന് ചെറുതായിട്ട് ഇങ്ങനെ ചാല് കോരുന്ന പോലെ കാട്ടിയില്ലേ. ഇതേ ഇവിടെ നിന്ന് ഇങ്ങനെ ചെറുതായിട്ട് ചാല് കോരിയിരിക്കുകയാണ്. ഈ ഒരു വഴിക്കോടതാ ഈ സൈഡിൽ കൂടെ ഇങ്ങനെ ചെറുതായിട്ട് ചാല് കോരിയ കാരണം അങ്ങനെ പോയോണ്ടിരിക്കുന്നത്. പക്ഷേ നമ്മുടെ തോട് നിറഞ്ഞാലോ ഒരു രക്ഷയില് വെള്ളം ഇറങ്ങില്ല, ഇങ്ങനെ തന്നെ നിൽക്കും. അപ്പോൾ ഇവിടെ കുറച്ച് മെറ്റലിങ്ങനെ കൂട്ടി കിടക്കുന്നുണ്ട്. ഇതെന്തിനാണെങ്കിലേ നമ്മൾ മെറ്റലടിച്ചപ്പോൾ നമ്മുടെ ബാക്കിൽ നമ്മുടെ പൂന്തോട്ടത്തിലേക്ക് കുറച്ച് മെറ്റലിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ അതിന് വേണ്ടി കുറച്ച് ഭാഗം ഇങ്ങനെ കൂട്ടിയിട്ട് വെക്കുക. അതല്ലെങ്കിൽ വെള്ളം ഇങ്ങനെ പരന്ന് ശരിക്കും നമ്മുടെ ഇതിനൊപ്പത്തിന് ഇങ്ങനെ നിൽക്കും. ഇപ്പോഴും ചെറുതായിട്ട് ഇങ്ങനെ മഴ തൂളിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട് കേട്ടാ. പക്ഷെ ഇതൊക്കെ ഒരു രസമായിട്ട് ഇങ്ങനെ കാണാനൊക്കെ ഒരു ഇഷ്ടമാണ് ഇതേപോലെ നിൽക്കുമ്പോൾ. തോട് നിറഞ്ഞ് കഴിയുമ്പോഴാണ് നമുക്ക് ഇങ്ങോട്ടൊക്കെ കയറി കഴിയുമ്പോൾ അതിൻ്റെതായ ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവാറുണ്ട്. കാര്യം ഇതിൻ്റെ ഒപ്പാകുമ്പോൾ നേരെ കാർപ്പുറത്തിലേക്കൊക്കെ വെള്ളത്തെ ഇപ്പം രസമാണ് കാണാനായിട്ട്. ഇനി നമ്മുടെ അടുക്കളയിലേക്ക് പോ. ടൈസും കൂട്ടാ നല്ല സുഖമുണ്ടോ കിടക്ക്? ടൈസും കൂട്ട അവിടെ കയറി കിടക്കുക. അപ്പം ഇങ്ങനെ ഓടി ഇങ്ങോട്ട് കിടക്കും. അവരെ കാൽപ്പാടാണ്. പിന്നെ നമ്മുടെ അടുക്കളയിലത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടാണ് ഇവിടെ ഒന്നാകെ ഒരു വൃത്തിയാക്കൽ ചെയ്യാനായിട്ട്. അതിപ്പോൾ മഴ തുടങ്ങി എന്ന് അങ്ങനെയായിട്ട് ഇവർ അങ്ങോട്ട് കയറി അങ്ങനെയായിട്ട് നിൽക്കും. കിടന്നു കേട്ടോ, ടൈസും കൂട്ടം കിടന്നു. എവിടെ നമ്മുടെ പേളിക്കുട്ടി വണ്ടിയുടെ അടിയിലൊക്കെ കിടക്കുക, ടയറിൻ്റെ അടിയിലായിട്ട്. ഇതേ കിടന്നു പേളിക്കുട്ടി എണീക്കണ്ട കിടന്നു ഒന്നുമില്ല ഏട്ടാ, കിടന്നു ഉറങ്ങിക്കോ കേട്ടോ. വെറുതെ വിളിച്ചതാ. അമ്പ്രൂസൂട്ട് ഒന്ന് കറങ്ങാൻ പോയിട്ടുണ്ട്. അവൻ്റേതായ ചില ആവശ്യങ്ങൾ നടത്താൻ വേണ്ടി പോയിരിക്കുക. അവൻ്റെ ചവിട്ടിയും കാര്യങ്ങളാണിത്. ഇവിടെ ഒരു ചവിട്ടിയിട്ട് അതിന് മുകളിലൊരു ചാക്കിട്ട് കൊടുക്കും. ഇവിടെയാണ് അമ്പ്രൂസൂട്ടം കിടക്കുക. ആൾ പുറത്ത് പോയിരിക്കുക. പിന്നെ ഒരു കാര്യം കൂടി നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. നമ്മുടെ റോഡിൽ ഇങ്ങനെ മഴ പെയ്യുമ്പോൾ ഇങ്ങനെ വെള്ളം നിൽക്കല്ലേ. അപ്പോൾ ഇപ്പം ചെറിയേട്ടൻ വന്നിട്ട് പറഞ്ഞു നമുക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ച് ഇവിടെ കട്ട വിരിച്ചാലോ എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഒരു പ്ലാനിലുണ്ട് കട്ട വിരിക്കുക എന്നുള്ളതുണ്ട് കേട്ടോ. കാരണം അല്ലാണ്ട് കാര്യമില്ല. കാരണം നമ്മൾ എല്ലാ കൊല്ലം ഇങ്ങനെ മെറ്റലടിക്കുക, അതിങ്ങനെ കുറേ വെള്ളം പോണതിൻ്റെ ഒപ്പം കുറേ ഒഴുകി പോയിട്ട് എന്താണെന്നറിയില്ല. പിന്നത്തെ വർഷമാകുമ്പോഴേക്കും ഇങ്ങനെ താഴ്ച വരും, വീണ്ടും മെറ്റലടിക്കുക, അങ്ങനത്തെ ഒരു സ്ഥിതിയിലാണ്. അപ്പോൾ ചെറിയേട്ടൻ വന്നിട്ട് പറഞ്ഞു നമുക്ക് കട്ട വിരിച്ചാലോ എന്ന് പറഞ്ഞു. അപ്പോൾ ആന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ എല്ലാവരും കൂടി തീരുമാനിച്ചിട്ട് ഉള്ളൊരു പ്ലാനിങ്ങിലാണ് കേട്ടോ ആ ഒരു കട്ട വിരിക്കാമെന്ന് വിചാരിച്ചിട്ടുള്ളത്. പിന്നെ അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് 2018 ഇല്ലേ നമുക്ക് വെള്ളം എല്ലായിടത്തും കയറിയ പോലെ ഇവിടെയും കയറിയിട്ടാ. ഞങ്ങൾക്കൊക്കെ ബാക്കിലൊക്കെ എൻ്റെ ഇത്രയ്ക്ക് ഒപ്പത്തിനായിരുന്നു. നമ്മുടെ കോഴികളൊക്കെ ഇല്ലേ എത്ര പേരാന്ന് അറിയിച്ചാൽ കുറേ കോഴികൾ ചത്തു വന്ന്. കാരണം നോക്കിക്കൊണ്ടിരിക്കുക വെള്ളപ്പിടി ഇവിടെ നിന്ന് ഇങ്ങനെ പൊങ്ങി വരികയായിരുന്നു. ഒന്നും ചെയ്യാൻ പറ്റാത്ത സ്ഥിതിയായിരുന്നു. വർക്കേരിയെന്നൊക്കെ 3 ദിവസം കഴിഞ്ഞിട്ട് വെള്ളം ഇറങ്ങിയത്. നമ്മുടെ ഈ ഫ്രണ്ടിൽ ഇതിൻ്റെ ഒപ്പം ഈ ഇറയത്തിൻ്റെ ഒപ്പമാണ് നമ്മുടെ ഈ ഇറയത്തിനേക്കാളും ഒരു ഏതാണ്ട് ഒരു സമയത്തിനനുസരിച്ചാണ് നമ്മുടെ റോഡ് പോണത്. ആ റോഡിൻ്റെ മുകളിൽ കൂടെ വെള്ളം ഒഴുകായിരുന്നു. ആ തോടൊക്കെ നിറഞ്ഞിട്ട്. അപ്പം അന്നൊക്കെ നമ്മൾ ഫസ്റ്റ് ദിവസം ആ ടൈമിൽ നമുക്ക് ആദ്യമായിട്ടാണ് ഇങ്ങനെ വെള്ളം വന്ന് നോക്കുന്നത്. അപ്പോൾ ഇവിടെ കുട്ടികളൊക്കെയും എല്ലാവർക്കും അന്ന് സന്തോഷം വെള്ളം കണ്ടപ്പോൾ. അപ്പോൾ നമ്മുടെ പണിക്കുട്ടികളൊക്കെ ആ പടിയിൽ അവിടെ നിന്നിട്ടും അവിടെയൊക്കെ നിന്നിട്ട് വീഡിയോയും കാര്യങ്ങളൊക്കെ പിടിച്ചിട്ടുണ്ട്. നമ്മുടെ കയ്യിലുണ്ടായിരുന്നു അന്ന് രസത്തിനൊക്കെ വീഡിയോ പിടിച്ചത്. പക്ഷെ അത് ഫോണിലായിരുന്നു, അതൊക്കെ പോയി. അപ്പോൾ ആ പണിക്കുട്ടികൾ അവരാണ് എനിക്ക് ആ ഒരു വീഡിയോ അയച്ചു തന്നത്. ചേച്ചി 2018 ഞങ്ങൾ വെള്ളം കയറിയത് ഞങ്ങൾ പിടിച്ചൊരു വീഡിയോ എന്ന് പറഞ്ഞിട്ട് അത് ഞാൻ ഇതിൽ കാണിച്ചു തരാം കേട്ടോ. റോഡിൻ്റെ മുകളിൽ കൂടിയും തോടക്കം കഴിഞ്ഞ് നമ്മുടെ ഗേറ്റിൻ്റെ ഭാഗമൊക്കെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നത്. അപ്പോൾ ഈ പ്രാവശ്യം എന്തായാലും റോഡിൻ്റെ കാര്യത്തിൽ നമ്മളൊരു കട്ട വിരിക്കാന്നുള്ള തീരുമാനത്തിൽ എത്തിയിട്ടുണ്ട് എല്ലാവരും. അപ്പോൾ എന്തായാലും താമസിക്കേണ്ട ആ ഒരു കാര്യങ്ങളൊക്കെ നടക്കൂട്ടാ.
നമ്മുടെ അടുക്കള പണികൾ നോക്കാം. നമുക്ക് ഈ പ്രാവശ്യം ഉണ്ടല്ലോ മഴ തുടങ്ങിയിട്ടുണ്ടെങ്കിലും അങ്ങനെ ഒരു മഴക്കാലത്തിൻ്റെതായ ഒരു ബുദ്ധിമുട്ടുകൾ ഇതുവരെ വന്നിട്ടില്ല കേട്ടോ. അപ്പം ഞാൻ നമ്മുടെ ഈ കലക്കടപ്പത്ത് വെച്ചിട്ട് വെളിച്ചെണ്ണയ്ക്ക് ഒഴിച്ച് ചെറുതായിട്ട് ചൂടായി വന്നപ്പോൾ അതിലേക്ക് നമ്മുടെ ഉലുവയ്ക്ക് ഇട്ട് കൊടുത്തു. ഉലുവ ചെറുതായിട്ടൊരു കളറായി വന്നപ്പോൾ കുറച്ച് ഉള്ളിയും അതേപോലെ തന്നെ നമ്മുടെ ഉണ്ടമുളക് ഉണ്ടല്ലോ അതും കൂടി അതിന് ഇട്ട് കൊടുത്തതാണ്. ഇതേപോലെ ആയിട്ടുണ്ട് കണ്ട ഉള്ളിലേക്ക്. ഈ സമയത്ത് നമ്മൾ അതിലേക്ക് കുറച്ച് കോഴിപ്പുളി വെള്ളത്തിലിട്ടുണ്ടായിരുന്നു, അത് നമ്മളതിലേക്ക് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ഭയങ്കര എളുപ്പത്തിൽ വയ്ക്കാൻ പറ്റുന്ന ഒരു സാമ്പാറാണ് കേട്ടോ. ഞാൻ മുന്നേക്കും കാണിച്ചിട്ടുണ്ട്. പിന്നെ നമ്മളതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. ഇഡ്ഡലിക്കും അതേപോലെ ചോറിലേക്കൊക്കെ ഒരു സാമ്പാർ പറ്റും കേട്ടോ. ഇനി ആ പുളി വെള്ളത്തിലേക്ക് തന്നെ നമ്മൾ പൊടികളൊക്കെ ഇടാണ്. പുളിവെള്ളത്തിൽ പൊടികളിടുമ്പോഴേ നമ്മുടെ ഈ പൊടികളുടെ എന്താ പറയുക പച്ചക്കുത്തൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ പൊടികളായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത് മുളക് പൊടി, അതുപോലെ മല്ലിപ്പൊടി, പിന്നെ മഞ്ഞൾപ്പൊടി, ഇത്രയും സാധനങ്ങളായിട്ടാണ് ഇട്ട് കൊടുക്കുള്ളൂ. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നമുക്കതിലേക്ക് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. അത് നന്നായിട്ട് തിളക്കട്ടെ. തിളച്ച് വരുമ്പോഴാണ് നമ്മൾ കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുക്കുള്ളൂ കേട്ടോ. അപ്പോൾ ഇതാ കഷ്ണങ്ങളൊക്കെ ഇട്ടു. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ പുളിവെള്ളമൊക്കെ തിളച്ച് വന്നപ്പോഴാണ് നമ്മൾ സാമ്പാറിലേക്ക് ഇപ്പം ഞാൻ എടുത്തിട്ടുള്ളത് നമ്മുടെ മുരിങ്ങക്കായ, വെണ്ടക്കായ, മത്തങ്ങ, വഴുതനങ്ങ ഉണ്ടായിരുന്നു, അതാണ് കേട്ടോ ഇട്ട് കൊടുത്തത്. അപ്പോൾ അതൊക്കെ വെന്ത് വരുന്ന സമയത്ത് നമ്മുടെ പരിപ്പിൽ ഇത്തിരി കായൊക്കെ ഇട്ടിട്ട് വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു, അതിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് തിളക്കട്ടെ കേട്ടോ. സാമ്പാർ തിളച്ച് വന്ന നേരത്തെ കുറച്ചും കൂടി കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് വീഡിയോ പെട്ടെന്ന് പിടിക്കാൻ വിട്ടുപോയിട്ടാണ്. അപ്പോൾ അതായത് നമ്മളിതിൽ ഒരു കഷ്ണം കായിട്ടുണ്ടായിരുന്നു, അതായത് കഷ്ണത്തിൻ്റെ ഒപ്പം പിന്നെ ചെറിയൊരു കഷ്ണം ശർക്കര, പിന്നെ സാമ്പാറൊക്കെ ഇറക്കണേക്കാളും മുന്നേ കഷ്ണമൊക്കെ വെന്തതിന് ശേഷം നമ്മളൊരു ടീസ്പൂണ് എലൈറ്റിൻ്റെ സാമ്പാർ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു ടീസ്പൂണാണ് കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ലാസ്റ്റായിട്ട് നമ്മളതിൽ കുറച്ച് മല്ലിയിലും കൂടി ഇട്ട് കൊടുക്കും കേട്ടോ. മല്ലിയില ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മളപ്പോൾ തന്നെ മൂടി വയ്ക്കും. ആ എടുക്കണ സമയത്ത് നല്ലൊരു മണമൊക്കെ വരും. അപ്പോൾ ഒപ്പം തന്നെ അതിൻ്റെ ഒരു നെയ്ത്ത് കൂട്ടി കൂടി റെഡി ആയിട്ട് കേട്ടോ. നമ്മുടെ അടുക്കളയത്തെ പണികളൊക്കെ കഴിഞ്ഞോട്ട് എന്ന് ഇനിയിപ്പോൾ ഇന്ന് സാമ്പാറുള്ള കാരണം ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഭക്ഷണം കഴിക്കുന്ന നേരത്ത് പപ്പടം മറക്കും, അത്രേ കഴിഞ്ഞുള്ളൂ. നമ്മുടെ പയറിനും പിന്നെ പയറിന് വെണ്ണീരിടാറായിട്ടുണ്ട്. പിന്നെ നമ്മുടെ കൂർക്കതലയ്ക്ക് നമ്മുടെ കപ്പലണ്ടി പിണ്ണാക്ക്, എല്ലുപ്പൊടി, വേപ്പിൻ പിണ്ണാക്ക്, പിന്നെ നമ്മുടെ ആട്ടുംകാട്ടം, ഇതെല്ലാം കൂടി പൊടിച്ചിട്ടുള്ളതാണ് കേട്ടോ. അതായിട്ട് ഇട്ട് കൊടുക്കണേ. അപ്പോൾ നമ്മൾ കട തൊടാതെയാണ് ഇട്ട് കൊടുക്കുക. അതാ ഇത്തിരി അകത്തിങ്ങനെ ഇട്ട് കൊടുക്കും. ഞാൻ മുന്നേ കാണിച്ചിട്ടുണ്ട് നമ്മുടെ അവിടുത്തെ പറമ്പിൽ ഇടുന്നത് കേട്ടോ. നമുക്ക് കുറച്ച് നേരം കേട്ടാ ഇന്ന് വലിയ കാര്യമായിട്ട് മഴയില്ലാണ്ട് അങ്ങോട്ട് കിട്ടി. അത് കാരണം അല്ലെങ്കിൽ ഇവിടേക്ക് ഇല്ലേ നിറച്ച് വെള്ളം കിട്ടിക്കായിരുന്നു. കൊന്നതിൽ കുറച്ച് ബാക്കിയുണ്ട്, അപ്പം പിന്നെ അതും കൂടി ഇട്ട് കൊടുക്കാന്ന് വെച്ചു. ഇനി നമ്മുടെ പയറിന് വെണ്ണീരിട്ട് കൊടുക്കാം. പയറിന് വെണ്ണീരിടുമ്പോൾ അത് തീരെ കട തൊടരുത് കേട്ടാ.
നമ്മുടെ അവിടുത്തെ പറമ്പിലത്തെ പയറുമ്പൊക്കെ പൂവിട്ട് തുടങ്ങി. അപ്പോൾ ഇതാ നമ്മുടെ ഈ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ ഷായിട്ട് ഇതിൻ്റെ മുകളിൽ മണ്ണിട്ട് കൊടുക്കൂട്ടാ. അപ്പോൾ എനിക്കാണെങ്കിൽ നമ്മൾ ചെടികളൊക്കെ ഫ്രണ്ടിൽ കുറേ ചെടികൾ ഞാൻ വെട്ടിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്നും ഞാൻ കളയില്ല. അപ്പോൾ അതൊക്കെ നമുക്ക് ചട്ടിയിൽ വെച്ച് പിടിപ്പിക്കണം. ഞാൻ ആ കാര്യങ്ങൾക്ക് പോവാം. പിന്നെ ഉണ്ടല്ലോ, ഇത് നോക്കി നമ്മുടെ ഈ ചാല് നമ്മളൊന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, കിട്ടുന്ന പട്ടയും അടിച്ചു വരുന്ന ചവറും എല്ലാം അത് ഇട്ടിട്ട് നോക്കിയപ്പോൾ ഇതേപോലെ അതിൻ്റെ ഇടയിൽ നമ്മളൊന്ന് കത്തിച്ചു കൊടുത്തു. ഒന്നിരുന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോഴും എന്താണാവോ ഇതേപോലെ പഴുത്ത് നിന്നിട്ടും നമ്മുടെ കിളികളൊന്നും കൊണ്ടുപോകാണ്ടിരുന്നേ. ആരും വന്ന് കൊത്തിയില്ല. എന്തായാലും പിന്നെ നമ്മുടെ ഒരു വഴുതിനങ്ങ കടയും ഒരു 5-6 വഴുതിനങ്ങ നിൽക്കിട്ട് അതുകൊണ്ട് പൊട്ടിച്ചിട്ട് കയറാം. ഒരു വഴുതിനങ്ങയാണ്. നമുക്കിപ്പോൾ വഴുതിനങ്ങ കുറവ് തന്നെയാട്ടാ. മറ്റേത് കുറേ തരം വഴുതിനങ്ങ ഉണ്ടാവാറില്ലേ. ഈ വട്ടം ആ മഴയുടെ വെള്ളത്തിലൊക്കെ കുതിർന്നു പോയി. ഓ പറ്റണില്ല, ഞാൻ മോറം താഴെ വെക്കണ്ടെന്ന് വെച്ചിട്ട് ഇങ്ങനെ പൊട്ടിക്കാന്ന് വിചാരിച്ചേ. അപ്പോൾ നമ്മുടെ കറുപ്പ് വഴുതിനങ്ങയും നമ്മുടെ പപ്പായും രണ്ടും നല്ല കളറ്, ഓറഞ്ചും ബ്ലാക്കും. ഇതാണ് കേട്ടോ 2018 നമ്മുടെ വെള്ളം കയറിയ ഒരു ഭാഗമാണ് ഞാൻ ഈ കാണിക്കുന്ന. കണ്ടോ നമ്മുടെ ഗേറ്റും കാര്യങ്ങളൊക്കെ. ഇപ്പോൾ ഇതാ നമ്മുടെ പണിക്കുട്ടികളായിട്ട് ജിനീഷ്, ദിലീപ്, അതേപോലെ തന്നെ അവർ 3 പേരെ കയ്യിലായിരുന്നു. അവരാണ് ഈ വീഡിയോ തന്നത്. അപ്പോൾ നോക്കിയാൽ തോട് കണ്ട, തോട് കാണില്ലേ, തോട് നിറഞ്ഞ് കവിഞ്ഞു. തോട് റോഡ് ഒന്നും തിരിച്ചറിയാൻ പറ്റാത്ത പോലെയാണ്. ഇതേപോലെയായിട്ട് നമ്മുടെ വീടിൻ്റെ അവിടെ കുറച്ച് വെള്ളം. അപ്പോൾ ഇതാ കുട്ടികളൊക്കെ കാണാനും ആൾക്കാരൊക്കെ ഇങ്ങനെ കാണാനൊക്കെ വന്നിരുന്നു. ആ സമയത്ത് ഇതേ കണ്ട ഇപ്പോഴത്തെ ഈ തോട് റോഡ് കവിഞ്ഞിട്ടാണ് പോണത്. എൻ്റെ മോൻ്റെ ഫ്രണ്ട്സാണ് വരുന്നത്, അർജുനെ വിളിച്ചിട്ടാണ് വരുന്നത് തന്നെ. അപ്പോൾ നോക്കി കണ്ടു ഇതേപോലെയായിരുന്നു. ഈ പറമ്പിലേക്കൊക്കെ വെള്ളം കയറിയിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ നമ്മുടെ ഉയർന്ന ഭാഗമാണ്. ആ ഉയർന്ന ഭാഗത്തേക്ക് വരെ ഇതേപോലെ വെള്ളം കയറിയിട്ടുള്ളത്. അതേപോലെ നമ്മുടെ ഗേറ്റിൻ്റെ അറ്റത്തേക്ക് നോക്കി കഴിഞ്ഞാൽ അറിയാം, അന്ന് കുട്ടികൾ അവിടെ ബോളൊക്കെ തട്ടി കളിക്കുന്ന ഒരു ഭാഗമാണ് കാണുന്നത്. കണ്ടോ നമ്മുടെ കുട്ടികളാണ് അത് ഇതേ നടന്ന് വരുന്നത്. എൻ്റെ രണ്ടാമത്തെ മോനായിട്ട് അർജുനാണ് നടന്ന് വരുന്നത്. അപ്പോൾ ഇതേപോലെയായിരുന്നു 2018 നമ്മുടെ അവിടുത്തെ അവസ്ഥ. ഫോട്ടോകളുണ്ട്. ഇതൊക്കെ ഞങ്ങൾക്ക് സാധാരണ പണ്ട് മഴ പെയ്യുമ്പോൾ തന്നെ ഞങ്ങൾക്ക് ഇതേപോലെ വെള്ളം കയറും. അന്നൊക്കെ ഞാൻ കുട്ടികളൊക്കെ കണ്ടു ഞങ്ങളിങ്ങനെ വട്ടയിലൊക്കെ ഇരുത്തി ഇങ്ങനെ ആക്കും. നമ്മുടെ അലക്കുകലൊക്കെ കണ്ട പകുതിയോളം വെള്ളമാണ് അലക്കലിൻ്റെ. അങ്ങനെ നമ്മൾ മണ്ണടിച്ച് കുറേ ഉയർന്നിട്ടാണ് ഇങ്ങനെയായത്. പിന്നെ 2018 പിന്നെ എല്ലായിടത്തും വെള്ളം കയറിയ പോലെ അങ്ങനെ കയറിയിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇതേപോലെ തന്നെയായിരുന്നു ഞങ്ങൾക്ക് പണ്ടേൽ വെള്ളം കയറി കഴിഞ്ഞാൽ ഞങ്ങളുടെ വീടിൻ്റെ ചുറ്റും ഞങ്ങൾ പറയും ദ്വീപ് പോലെ കിടക്കണേന്ന്. അങ്ങനെയൊക്കെ എടുക്കും. അന്നത്തെ കുറച്ച് ഫോട്ടോകൾ എൻ്റെ കയ്യിലുള്ളത് ഞാനിപ്പോൾ കാണിച്ചു തരുന്നതാണ് കേട്ടോ. ഞാനൊക്കെ നിൽക്കണൊക്കെ പെട്ടെന്ന് ആ വട്ടയം അറിയാൻ പോയപ്പോഴേ പെട്ടെന്ന് ഓടി വന്നിട്ടുള്ള ഒരു നിൽപ്പൊക്കെയാണിത്. ഇത് പെങ്ങളുടെ മോനായിട്ടാ കണ്ണൻ, അവൻ്റെ വട്ടയിൽ ഇരുത്തിയിട്ടുള്ളതാണ്. ഇതൊക്കെ എൻ്റെ മക്കൾ ആര്യമോനും അർജുനും. ഇതായാലും ഇവിടുത്തെ ഫസ്റ്റത്തെ ഫോട്ടോത്തിൽ 3 പേരുള്ളത് അത് ആര്യൻ, അർജുനാണ് ഈ വെള്ളത്തിൽ കിടക്കണേ. പിന്നെ ഇതാ കണ്ണൻ, പെങ്ങളുടെ മോൻ. അവരൊക്കെ ഇപ്പോൾ നല്ല വലിയ കുട്ടികളൊക്കെ ആയി. അപ്പോൾ അങ്ങനെയാണ് ഞങ്ങളുടെ അവിടെ ഇരുന്നത്. ഇപ്പോഴും വെള്ളം കയറി ഇതേപോലെയാണ്. പിന്നെ മണ്ണ് ഉയർത്തി ഒരുവിധമായി. പക്ഷേ 2018 വെള്ളം കയറിയത് നമ്മൾ മണ്ണ് ഉയർത്തിയില്ലെങ്കിലും എല്ലായിടത്തും വന്ന പോലെ ഇവിടെ വന്നിട്ടുള്ളതാട്ടോ വെള്ളം അങ്ങനെ.
അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് നമ്മൾ ഇനിയിപ്പോൾ റോഡിൽ ടൈലിട്ടിട്ട് അവിടെ വെള്ളം നിൽക്കണതൊന്ന് കുറയ്ക്കാനുള്ള ഒരു ആലോചനയിൽ വന്നത് തന്നെ. ഈ ചെടികളൊക്കെ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുന്ന ചെടികളാട്ടാ, ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഇതേപോലത്തെ ഒരു ചട്ടിയിലൊക്കെ ആയിട്ട് നിറച്ച് നിൽക്കാറുണ്ട്. നന്നായിട്ട് ഇലകൾ പൊട്ടും. അപ്പോൾ കുറേ ഇലയാകുമ്പോൾ നമ്മൾ അത്ര തിക്കൻസിൽ നിർത്തില്ല. അപ്പോൾ അതിൽ നിന്ന് കുറേയൊക്കെ വെട്ടി മാറ്റിയിട്ടുള്ളതാണ്. പിന്നെ ഇതായാലും കണ്ടിട്ടുണ്ട്, ഈ ചട്ടി ഇവർ നന്നായിട്ട് കുറ്റിയാക്കി വെട്ടി. അപ്പോൾ ഇവരൊക്കെ ചെറിയ ചട്ടിയിലേ വയ്ക്കുള്ളൂ. ഇപ്പോൾ നമ്മൾ ചട്ടിയിൽ ചെടി വെച്ച് പിടിപ്പിക്കുന്ന സമയത്ത് വേറെ പ്രത്യേകിച്ച് മണ്ണിലൊന്നും ആക്കൊന്നുമില്ല. വെറുതെ കുറച്ച് മണ്ണിടും, ഇവരെ കുത്തി കൊടുക്കും. പിന്നീട് വേരൊക്കെ പിടിച്ച് പിന്നെ അടുത്തൊരു ചട്ടിയിലേക്ക് ആക്കുമ്പോഴാണ് ഞാൻ അത്യാവശ്യം വളങ്ങളൊക്കെ ഇട്ട് കൊടുക്കുക. വളം എന്ന് പറയുന്നത് നമ്മുടെ ഈ കപ്പലണ്ടി പിണ്ണാക്കും ഈ എല്ലിപ്പൊടിക്കും തന്നെ, ചാണപ്പൊടിക്കും. പക്ഷേ എൻ്റെ ഈ മണ്ണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കഴിഞ്ഞ നമ്മുടെ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞു, കറുത്തിരിക്കുന്ന മണ്ണ്. അതായത് നമ്മുടെ ഈ പറമ്പിൽ ഈ കമ്പോസ്റ്റ് പോലെയാണ് കിടക്കണം പറമ്പിലത്തെ മണ്ണ് എടുത്തു കഴിഞ്ഞാൽ. അപ്പം അങ്ങനെയും ഒരു മാറ്റം ഉണ്ട് കേട്ടോ ഞാൻ വെക്കണ മണ്ണിൽ. അപ്പോൾ ഈ ചട്ടികളൊക്കെ ഇങ്ങനെ നിരത്തി വെച്ച് വേഗം വേഗം കുറേശ്ശെ മണ്ണിടും. ഇനി നമ്മളെ ഓരോ വട്ടം നമ്മുടെ ആവശ്യം കഴിയുമ്പോൾ നമ്മൾ കഴുകി എടുത്ത് വയ്ക്കും. പിന്നീട് ആവശ്യം വരുമ്പോൾ വീണ്ടും എടുക്കും. അങ്ങനെയാണ് കേട്ടാ. ഇതേപോലെ കുത്തി കൊടുക്കൂട്ടാ. ഇതിങ്ങനെ ഒന്ന് ഒട്ടിക്കും. എന്നിട്ട് നമുക്കിപ്പോൾ ഇത് കൂടുതലുള്ള കാരണം ഞാൻ നന്നായിട്ട് എണ്ണം കൂടുതൽ തന്നെ വെച്ചിട്ട് എന്താ പറയുക നട്ടു കൊടുക്കും. കണ്ടോ, ഇതേപോലെ ഇങ്ങനെ താഴ്ത്തി വയ്ക്കുള്ളൂ. അപ്പം എങ്ങനെയാണെങ്കിലേ ചട്ടിക്ക് വേഗം ഇങ്ങനെ കവിഞ്ഞ് വരും. പിന്നെ ഷായിട്ട് ഇതാ അവിടെ നമ്മുടെ കൂർക്കൊക്കെ ഞാനിപ്പോൾ എന്താ പറയുക നമ്മുടെ കപ്പലിൻ്റെ പിണ്ണാക്കൊക്കെ ഇട്ട് വന്നില്ലേ, ഇത് ഷായിട്ടൻ അവർക്ക് മണ്ണിട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടാ. ഇന്നാണ് ഞായറെ മഴ തന്നെ ഉള്ള കാരണേ കട്ട കട്ടായിട്ട് വരുന്ന മണ്ണ്. അല്ലെങ്കിൽ സുഖമായിരുന്നു. ഇപ്പോൾ ഇങ്ങനെ ഇടാ. ഞാൻ ഇങ്ങനെ ചെടികൾ വെക്കിട്ട് കാണുമ്പോഴാ എന്നോട് പലരും ചോദിക്കും, സ്മിതിക്ക് നേഴ്സറി തുടങ്ങിക്കൂടെയാണ്. പക്ഷെ അത് നേഴ്സറിയുടെ ഒരു അതൊന്നും തുടങ്ങാനൊന്നും നമ്മളെ കൊണ്ട് പറ്റുന്നില്ല. പക്ഷെ നമുക്ക് നമ്മുടെ വീട്ടാവശ്യത്തിലുള്ള ചെടികൾ നമുക്ക് തന്നെ ഇങ്ങനെ വെച്ച് പിടിപ്പിക്കണമെന്ന് മാത്രം. ഞാൻ ചെടികൾ അങ്ങനെ കുറേ കാശ് കൊടുത്ത് മേടിക്കുക അങ്ങനെയൊന്നുമില്ല.
തുടക്കം നമ്മൾ ചെടികൾ വെക്കുന്ന സമയത്ത് അന്ന് ആ ടൈമിൽ പൈസ കൊടുത്ത് മേടിച്ചിട്ടുണ്ടെങ്കിൽ കൂടി പിന്നീട് അതിൽ നിന്ന് വെട്ടി അങ്ങനെയാണ് ഞാൻ കൂടുതൽ ചെടികളാക്കി നോക്കുന്നത്. പിന്നെ ഓരോ കൊല്ലം പുതിയ മോഡൽ വല്ല ചെടികളൊക്കെ നമ്മൾ നേഴ്സറി പോകുമ്പോൾ കാണുകയാണെങ്കിൽ അങ്ങനത്തേക്ക് മേടിക്കൂട്ടാ. പിന്നെ വിങ്ക പോലത്തെ ചെടികളൊന്നും നമുക്ക് ഒന്നും എന്താ പറയുക, നമ്മുടെ ടൈലിൻ്റെ അവിടെയല്ലേ ചെടികൾ വെക്കണേ. അപ്പോൾ ഇങ്ങനെയാണെങ്കിൽ അതിൻ്റെ പൂ വിരിയുമ്പോഴേ തന്നെ മുളയ്ക്കും. പക്ഷെ നമ്മളവിടെ മുളയ്ക്കണില്ലേ, ടൈലിലായ കാരണം നമ്മൾ കടിച്ച് വാരി കൂട്ടി ഈ പറമ്പിലെല്ലാം കൊണ്ടുവരണേ. അപ്പോൾ അങ്ങനെ മുളയ്ക്കണമൊന്നുമില്ല. അതൊക്കെ മേടിക്കല്ല പക്ഷെ കേട്ടാ. ബാക്കി ഇങ്ങനെയുള്ള ചെടികളൊന്നും പിന്നീട് പൈസ കൊടുത്ത് മേടിക്കില്ല, എല്ലാം ഇങ്ങനെ വെച്ച് പിടിപ്പിക്കുള്ളൂ. എൻ്റെ ചെടികളൊക്കെ നടൽ കഴിഞ്ഞു. അതേപോലെ ഷായട്ടൻ പയറിനോ മറ്റേ നമ്മുടെ കൂർക്കൊക്കെ മണ്ണിടലൊക്കെ കഴിഞ്ഞു കേട്ടാ. ഈ സമയത്ത് നല്ലൊരു മഴയൊക്കെ വന്ന് ഞങ്ങളുടെ ഇടയിൽ കയറിക്കളൊക്കെ ഉണ്ടായി. എന്നിട്ട് ആ വീട് ഷായട്ടൻ നോക്കി ഇറങ്ങിയിട്ട് തെങ്ങിൻ്റെ ഇടം വന്നണേ. നമുക്ക് അങ്ങോട്ട് പോവാം. ഇവിടെ കാല് വെക്കാൻ പറ്റില്ല കേട്ടപ്പോ. നമ്മുടെ ചെരുപ്പിൻ്റെ അടിയിലൊക്കെ ഇങ്ങനെ മണ്ണിങ്ങനെ പിടിക്കും, നനഞ്ഞ് കിടക്കണ കാരണം. അതെ, ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്യില്ലേ, അപ്പൊ ചെളി പിളി മാരിയാ. അപ്പൊ തെങ്ങിന്റെ ഇടയ്ക്കലത്തെ മണ്ണ് ഇങ്ങനെ ഇട്ടപ്പോഴുണ്ടല്ലോ ഇവിടെ ഉയർന്നു. നമ്മുടെ മുളക് നട്ട സ്ഥലം ഉണ്ടായിരുന്നില്ലേ, നമ്മുടെ ഭാസ്കര മുളക് നട്ട സ്ഥലം, നമ്മൾ 2-3 കടകൾ നിർത്തിയിട്ടുണ്ടായിരുന്നു. ഇപ്പൊ അതുകൊണ്ട് നമ്മൾ വലിച്ച് കളഞ്ഞു കേട്ടാ. കാരണം എന്താണെന്ന് പറയുക, ആ ഒരു കടയ്ക്ക് വേണ്ടിയിട്ട് നിർത്തി കഴിയുമ്പോഴേ ഭാഗം നമുക്ക് എന്തെങ്കിലും നടുമ്പോൾ ഒരു ഭംഗി കിട്ടണില്ല. അപ്പൊ അതും കളഞ്ഞ് ഇപ്പൊ ഈ തെങ്ങിന്റെ കടയ്ക്കലത്തെ മണ്ണാണ് ഇത് വന്നിട്ടുള്ള മുഴുവൻ വെട്ടാൻ നോക്കിയേ. ഇപ്പൊ നോക്കിയേ, നല്ല താഴ്ചയിലായിട്ട് ഷേട്ടൻ കളിച്ചു നോക്കുന്നത്. തെങ്ങിന്റെ കട നല്ല താഴ്ചയുണ്ട്. താഴ്ചയിലാക്കണതിന്റെ കാരണമുണ്ട്. ഈ ചപ്പ് ചവറ് തന്നെ കൊണ്ടുവന്ന് ഇതിലിട്ട് നിറയ്ക്കാം പെട്ടെന്ന്. നമ്മുടെ തോർന്നു അതന്നെ കണ്ടോ, നല്ല താഴ്ചയിലാണ് തെങ്ങിന്റെ കട മാന്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നോക്കി നമുക്ക് മണ്ണ് നോക്കി കിട്ടി നോക്കണേ. കണ്ടോ, ഇതേപോലെ നന്നായി മണ്ണ് കിട്ടിയിട്ടുണ്ട്. ഇനി ഈ മണ്ണിൽ നമ്മൾ വല്ല നട്ടുകൊടുക്കുമ്പോഴില്ലേ നോക്കിയോളൂ കേട്ടാ, നല്ല രസമായിട്ട് വളർന്നു വരും, നല്ല വളർച്ച വരും. ഡബിള് പണിയാ ശരിക്കും. മറ്റേത് ഞാൻ കൈക്കോട്ട് മാത്രമേ എടുക്കുള്ളൂ. ഇപ്പൊ ഷേട്ടെ തൂമ്പി ഉപയോഗിക്കണം. കൈക്കോട്ട് കൊണ്ട് കളച്ചിങ്ങനെ ഇടും. കൊത്തി ഉപയോഗിക്കല് കുറച്ച് കുറവാട്ടാ. അതായത് ഇത് ഒട്ടി പിടിക്കണ കുഴപ്പം. ഇവിടെ നിന്ന് കോരിയിട്ടതേ ഇങ്ങനെയുണ്ട് ഇടുന്നത്. അപ്പൊ അതിങ്ങനെ പരന്നോണാവേ, നമ്മൾ വേറെ പരത്തിടും വേണ്ട. ഇപ്പൊ ഈ ഒരു തെങ്ങിന്റെ കട ഇതിപ്പോ ഇന്ന് ഷായിട്ടിപ്പോ മാന്തിയിട്ടാ. അത് ഇന്നലല്ല 2 ദിവസം മുന്നേ നോക്കി തൊട്ടിപ്പുറത്തുള്ള ഈ ഒരു തെങ്ങിന്റെ കട മാന്തിയിട്ടുണ്ട്. കണ്ടോ, ഈ തെങ്ങിന്റെ കട മാന്തിയപ്പോഴാണ് നമ്മളിവിടെ നിൽക്കണ്ടായിരുന്നു നമ്മുടെ മുളകിന്റെ കടയൊക്കെ ഇതാ ഉള്ള മുളക് പൊട്ടിച്ചെടുത്തിട്ട് ഇങ്ങനെ എടുത്തിട്ടത്. അത് കാരണം നന്നായിട്ട് മണ്ണ് കിട്ടി. തെങ്ങിന്റെ വേരൊക്കെയും കുറേ പൊട്ടിച്ചിട്ടുണ്ട്. അങ്ങനെ പൊട്ടിക്കണം എങ്കിലാണ് നാളേരം ഉണ്ടാവുക. ഇതൊരു പുതിയ തെങ്ങായിട്ട് നാളേരം ഉണ്ടായി തുടങ്ങിയിട്ടുള്ളൂ. മണ്ണ് പിടിക്കില്ല കുഴപ്പം. അത് മേലേ ഇന്നാണ് ഞായറിനേ. എനിക്കിവിടെ ചെറിയൊരു പണിയുണ്ട്. ഒരു പന്തല് ഒന്ന് വൃത്തിയാക്കാനുണ്ട്. നന്നായിട്ട് ഉണങ്ങി വേഗം പോരും ഇല്ലേ ഷേട്ടാ? വള്ളികളൊക്കെ ഷേട്ടാ, ഈ വള്ളികൾ അയക്കണ്ടല്ലോ, മറ്റേ ഉണങ്ങി നിൽക്കുന്നത് മാത്രല്ലേ? ആ അതെ, കൈ കൊണ്ട് വലിക്കുമ്പോ പോരുണ്ട്.
കണ്ണിലേക്ക് ഓടിക്ക് നോക്കിട്ടാകുമ്പോഴേ കണ്ണിലേക്ക് കരട് പോ. അതെ, ഇത് ഉണങ്ങി പൂതറച്ചല്ലേ. അതെ, ഓളിക്ക് നോക്കുമ്പോൾ തന്നെ വരില്ലേ. നല്ല ഉണങ്ങി നിൽക്കണതന്നെ. അപ്പൊ നമ്മള് കണ്ണടച്ചിട്ട് ഞാൻ വലിച്ചിട്ട് തന്നിട്ട് കണ്ണേ പോയി വേണ്ട കുഴപ്പമില്ല. ആ ഞാനിവിടെ തട്ടിയാക്കാം. ആ വലിച്ചോ. ഇവിടേക്കല്ലേ? അത് നമ്മുടെ പുതിയ മറ്റേന്ന് മുറിക്കണ്ടേ വരുന്നുണ്ട്. ആ ഇവിടെ കുറച്ചും കൂടി ഇതുണ്ട്, പേരന വേണ്ട. വലിഷായിട്ടാ നമ്മുടെ ഈശ സാധനല്ലേ, നമ്മളെ ഒരു കെട്ട് ഷീറ്റ് തന്നെ മേടിച്ചിരിക്കാട്ടാ. ഒരു പ്ലാസ്റ്റിക്കിന്റെ ഷീറ്റിന്റെ പേരുണ്ട് ഷേട്ടാ. എന്തായാലും നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ ഈ ഷീറ്റിന്, നല്ല വെയിറ്റ് ഉണ്ട്. അപ്പൊ അത് കഷ്ണങ്ങളാക്കിയിട്ട് വിരിക്കണ കേട്ടോ ചെയ്യണേ. നമ്മളെ ഇവിടെ പണി നടക്കണ കാരണം ഉണ്ടല്ലോ, പട്ടാളത്തിന് നമ്മൾ അവിടേക്ക് ആക്കി നോക്കണം കേട്ടാ. അപ്പൊ നോക്കിയേ, ഭയങ്കര നിരാശരാ. അവരുടെ റൂമില് റെസ്റ്റ് എടുക്കുന്നവരുണ്ട്, മതിലിന്റെ അപ്പുറത്തേക്ക് നോക്കിയിട്ട് വിശേഷങ്ങൾ പറയണവരൊക്കെ ഉണ്ട്. അവർക്ക് ഇഷ്ടമല്ല അവിടെ നിൽക്കണത്. നമ്മുടെ അടുത്തേക്ക് ഇങ്ങോട്ട് വരണം. കണ്ടോ, ഈ ഗേറ്റിൽ ഇവിടെ നിൽക്കും. ഏതാണ്ട് നമ്മള് സ്കൂളിൽ കുട്ടികളെ ബെല്ലടിക്കുമ്പോ പുറത്തേക്ക് വരാൻ നിൽക്കില്ല, അതേപോലെ നിൽക്കും എല്ലാവരും. ഇപ്പൊ വിടാട്ടാ, കഴിഞ്ഞിട്ടില്ലാട്ടാ, കഴിഞ്ഞിട്ട് എന്റെ കുട്ടികളെ ഇങ്ങോട്ട് വിടണ്ടാ. മക്കളുടെ റൂമിൽ കയറി ഇരുന്നേ, ചെല്ല റൂമിൽ കയറി ഇരിക്കുമോ? അടുത്ത മഴ വരണ്ടേ. ഞങ്ങളുടെ പണി ഇന്നും തടസ്സപ്പെട്ടുട്ടാ. ഒരുവിധം ആയി വരുമ്പോ മഴ പെയ്തു. അപ്പൊ കുറച്ചേരം കയറി നിന്നു, പക്ഷെ അത് തൂളി നിക്ക. പിന്നെ അത് മാത്രല്ല, പണി കഴിയണില്ല. അതാണ് എന്നെടുത്തോർത്ത് കിടക്കണ പോലെ അല്ലേ ചേട്ടാ? അങ്ങനെയല്ല, നമ്മള് മറ്റുള്ള പണികളും കഴിച്ചിട്ടാണ് വരുന്നത്. ഇതിപ്പോ എന്നിട്ടെന്നറിയോ, മഴ പെയ്യുമ്പോഴേ ഇവിടെ ചളി വരും. അപ്പൊ നമുക്ക് ഷീറ്റ് വിരിക്കാനോ ഒന്നും പറ്റാണ്ടേ. അപ്പൊ ഒന്ന് വെയിലാവട്ടെ എന്ന് വെച്ചു. എന്നിട്ട് ഷീറ്റൊക്കെ അപ്പൊ നമ്മൾ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാം കേട്ടാ. എന്നിട്ട് പിന്നെ നമ്മുടെ ഒരുവിധം ഷീറ്റൊക്കെ ആയിട്ട് ഒരുമിക്ക് വീണ്ടും മഴ തുടങ്ങി. ഇങ്ങനെയായിട്ട് ഇന്നെന്താ നമ്മുടെ പണി കഴിയില്ല. അപ്പൊ പൂർത്തിയാവാത്ത പണിയായിട്ടൊക്കെ എടുക്കണം ഇപ്പൊ നമ്മുടെ വീടിന്റെ ചുറ്റും. എന്തായാലും ഞങ്ങൾ ഒരു ദിവസം കൂടെ കഴിക്കൂ. കഴിക്കൂ.
പിന്നെ നമ്മള് നമ്മുടേത് ഒഴിവിനനുസരിച്ചാണല്ലോ വെക്കണേ, അതുകൊണ്ടാണ്. ഇത് തട്ടിടല്ലേ ഷൈട്ടാ? ഇതാക്കാം. ഇത് കൈ കൊണ്ടാക്കാം. കൈ കൊണ്ടാക്കണ്ട, കൈ കൊണ്ടാകുമ്പോളേ ഞാനേ മഴ പെയ്തപ്പോഴേ കൈക്കോട്ടും കൊണ്ട് ഓടി കയറിയത് അതാണ്. അപ്പൊ ഇനി എന്തായാലും അടുത്തൊരു വീഡിയോ വരുമ്പോഴേക്കും നമ്മൾ ഈ പണി കഴിച്ചിരിക്കുന്നതാണ്. ഷൈട്ടാ എന്തായാലും കഴിക്കും. ഇനി നമുക്ക് ഹായ് പറയാനും ബർത്ത്ഡേ വിഷ് ചെയ്യാനുണ്ട് കേട്ടാ. റീണയുടെ മകൾ അർച്ചനയുടെ ബർത്ത്ഡേ ആയിരുന്നു, June 12-നായിരുന്നു. അപ്പോൾ എന്തോ നമ്മൾ ഇടയിൽ വിട്ടുപോയി. പിന്നത്തെ ആഴ്ചയിൽ ചിലപ്പോൾ ഹായ് പറയാൻ എന്തെങ്കിലും കാരണം കൊണ്ട് പറഞ്ഞിട്ടുണ്ടാവില്ല, അതുകൊണ്ടായിരിക്കും കേട്ടാ. അപ്പോൾ കുറച്ച് വൈകിട്ടാണെങ്കിലും അർച്ചന കുട്ടിക്ക് ആൻറ്റിയുടെ ഹാപ്പി ബർത്ത്ഡേ. സുമ ബാലകൃഷ്ണൻ്റെ മക്കൾക്കാണ് ഹായ് പറയാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ സുമേച്ചിയുടെ മക്കൾക്ക് ഹായ്. ഗീത നാരായണൻ ഹായ് ഗീതേച്ചി. ഇനി നമ്മുടെ ബാക്കിയുള്ള വിശേഷങ്ങളിലേക്ക് പോകാട്ടാ, വയോട്ടാ. അപ്പോൾ യൂണിക് ഫാമിലി 2.0 ഒരു പാചകം കൂടി വെക്കാൻ തന്നിട്ടുണ്ടായിരുന്നു. ഇന്ന് അതിൽ നമ്മൾ വെച്ചിട്ടുള്ള പാചകം എന്ന് പറയുന്നത് നമ്മൾ മുട്ടക്കറിയാണ് കേട്ടോ. നല്ല ടേസ്റ്റുള്ളൊരു മുട്ടക്കറിയാണ്. നാളികേരക്ക് അടിച്ചു വെച്ചിട്ടുള്ളൊരു മുട്ടക്കറിയാണ്, പക്ഷെ നല്ല ടേസ്റ്റാട്ടോ. ചപ്പാത്തിക്ക് ഊണിനൊക്കെ പറ്റിയൊരു മുട്ടക്കറിയാണ്. ഒരു അടിപൊളി മുട്ടക്കറി കേട്ടാ. കണ്ടാ ഭംഗിയും. നോക്കട്ടെ. നല്ല രസം. ശരിക്കും ഇത് കഴിക്കാം, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതും അതാണ് ഇതിൻ്റെ പ്രത്യേകത. നോക്കിയേ, രസമായിട്ടുള്ളതല്ല. പാപ്പടൊക്കെ കുഴച്ച് കഴിക്കാനില്ലേ, ഭയങ്കര രസത്. പിന്നെ നമ്മുടെ ഈ കറി വെച്ചത് കാണാനായിട്ട് യൂണിക് ഫാമിലി 2.0 പോകണം കേട്ടോ. നിർത്തല്ലേ. അപ്പോൾ അടുത്ത ദിവസം അടുത്ത വീഡിയോ കേട്ടാ.